നമസ്കാരം, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാനിവിടെ എൻ്റെ ഒരു അമ്മയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അച്ഛൻ എല്ലാ വർഷവും മലയ്ക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ മലയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത് അവിടെ നിന്നും നെയ്യ് കൊണ്ടുവരുമല്ലോ, അഭിഷേകം ചെയ്ത നെയ്യ്. അപ്പോൾ ഇത് ഞങ്ങളെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു സൂത്രമാണ് അമ്മ ചെയ്യാറുള്ളത്. അതാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. സാധാരണ ഈ നെയ്യ് കഴിക്കുമ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചില വീടുകളിൽ ഇതൊക്കെ പായസം വെച്ചിട്ടൊക്കെ തീർക്കുകയാണ് പതിവ്. പക്ഷേ വീട്ടിൽ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ ഇത് പ്രിപ്പയർ ചെയ്ത് തരും. ഞാൻ സസ്പെൻസ് ഒന്നും വെക്കുന്നില്ല. പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, ഉള്ളിച്ചോറാണ് കേട്ടോ. നെയ്യ് ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിച്ചോറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നോക്കാം നമുക്ക്. ഈ ഉള്ളിച്ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാം. പപ്പടോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒന്നും മതി കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഉള്ളിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അമ്മ കൊടുത്തയക്കാറുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒരു കറിയില്ലെങ്കിലും ഇത് മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ണാൻ. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് 2 പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി അത്രയും നല്ലതാണ്. ഇനി വെളുത്തുള്ളി വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എവിടെയെങ്കിലും നമ്മൾ പോയി വരുന്ന സമയത്ത് തലേദിവസം ചോറ് മാത്രമാണ് ഫ്രിഡ്ജിലുള്ളത് എങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണ്. മറ്റു കറികളൊന്നും വേണ്ട. കുറച്ച് തൈര് മാത്രം മതി ഇതിൻ്റെ കൂടെ. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഒരു നിറത്തിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഉപ്പിട്ട് വാർക്കുന്നവരാണെങ്കിൽ പിന്നീട് വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ ഉപ്പിടാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പിട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ട റൈസാണ് ചേർക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ ഇത് പൊന്നി റൈസിലാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണെങ്കിലും രുചിയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. മറ്റു കറികളൊന്നും വേണമെന്നില്ല ഇതിൻ്റെ കൂടെ. ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അതല്ല, പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം, അച്ചാറുണ്ടെങ്കിൽ അച്ചാർ, എന്ത് വേണമെങ്കിലും ചേർത്ത് ഇതിൻ്റെ കൂടെ കഴിക്കാം. നല്ല രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കേ.